എല്ലാവർക്കും ഈ സെഷനിലേക്ക് സ്വാഗതം. So in our previous sessions we completed the theory of diode circuits. Diode circuitsലെ full portion നമ്മൾ തിയറി എടുത്തു കഴിഞ്ഞു. So in this session we will learn the numerical problems from that session. അപ്പം എല്ലാവരും നമ്മൾ പഠിച്ച തിയറിയുടെ ഫോർമുലയൊക്കെ പഠിച്ചു എന്ന് കരുതുന്നു. Here you can see the problems. The first problem is regarding calculate the current through 48 ohm resistor in the circuit shown in the figure and assume the diodes to be of silicon and forward resistance of each diode is 1 ohm. So this is our first question. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന ഒരു രീതി ഞാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചു നോക്കുക, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫിഗർ ഉണ്ടെങ്കിൽ ആ ഫിഗർ നിങ്ങൾ വരയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫിഗർ വരച്ചാൽ നല്ലതായിരിക്കും. അതിനുശേഷം ഡേറ്റ, ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെയാണോ ഡേറ്റ ഉള്ളത് അത് എടുത്തെഴുതുക. അതിൽ നിന്നും കണ്ടുപിടിക്കേണ്ട ടേംസ് നോക്കുക. ആ ടേംസിൽ വേറെ ടേംസ് കണ്ടുപിടിക്കേണ്ടി വന്നാൽ, ഇപ്പോൾ പവർ കണ്ടുപിടിക്കേണ്ടി വരുന്ന സമയത്ത് ചിലപ്പോൾ കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ റിവേഴ്സ് ആയിട്ട് നോക്കി കണ്ടുപിടിക്കേണ്ട ഓരോ ടേംസും കണ്ടുപിടിച്ച് ഫൈനൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ഇസ് അവർ പ്രൊസീജിയർ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ 48 ഓം റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 4 ഡയോഡ് ഇവിടെ ഉണ്ട്. ഒരു 10 വോൾട്ട് സപ്ലൈ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു 48 ഓം റെസിസ്റ്റർ ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 48 ഓം റെസിസ്റ്ററിൽ കൂടി ഒഴുകുന്ന കറണ്ട് എത്ര എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ 10 വോൾട്ട് വരുമ്പോൾ ദിസ് വൺ ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് എൻഡ് ഈസ് നെഗറ്റീവ്. ഇതിൽ എത്ര ഡയോഡ് ഫോർവേഡ് ബയാസിൽ പോകും, എത്ര ഡയോഡ് റിവേഴ്സ് ബയാസിൽ പോകും, ഓരോന്നായിട്ട് നോക്കാം. D1ന്റെ പി റീജിയൻ ഇവിടെയാണ്, എൻ റീജിയൻ ഇവിടെയാണ്. സോ ദിസ് വൺ ഈസ് പോസിറ്റീവ് ആൻഡ് ദിസ് വൺ ഈസ് നെഗറ്റീവ്. സോ പി റീജിയനിൽ ആര് കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഡയോഡ് D1 ഈസ് ഫോർവേഡ് ബയാസ്ഡ്. D1 എന്തിനാണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. D2 നോക്കിയാലോ, എൻ റീജിയൻ ആണിത്, പക്ഷെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, പോസിറ്റീവ് ആണ്. സോ ദാറ്റ് D2 ഈസ് റിവേഴ്സ് ബയാസ്ഡ്. നെക്സ്റ്റ് D3 എൻ റീജിയൻ ആണ്, പക്ഷെ ഇവിടെ ആര് വന്നിട്ടുണ്ട്, നെഗറ്റീവ് വന്നിട്ടുണ്ട്. സോ D3 ഈസ് ഫോർവേഡ് ബയാസ്ഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് D4 ഇത് P ആണ്, ഇത് നെഗറ്റീവ് ആണ്. സോ D4 ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ഇൻ ദിസ് manner we identified how many diodes are forward biased and how many are reverse biased. Here D1 and D3 are forward biased, D2 and D4 are reverse biased. Okay, അതോടൊപ്പം തന്നെ നമുക്കൊരു ഡേറ്റ തന്നിട്ടുണ്ട്. ഡയോഡിലെ ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്, which means diodes are not ideal. ഒരു ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ വി നീഡ് ടു കൺസിഡർ ദി ഡയോഡ് റെസിസ്റ്റൻസ് ഈസ് 1 ohm. ഈവൻ ദോ ഇറ്റ് ഈസ് സ്മോൾ വി നീഡ് ടു കൺസിഡർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പടം ഒന്ന് മാറ്റി വരയ്ക്കാമല്ലോ. കാരണം ഈ 2 ഡയോഡും എന്തിലേക്ക് പോകും, ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് പോകും. കാരണം അവിടെ റിവേഴ്സ് ബയാസിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പടത്തിനെ ഒന്ന് മാറ്റി വരച്ചാൽ എന്ത് മാറ്റിയാൽ മതി, D2ന്റെ അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് എടുക്കുക, D4ന്റെ അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട്. കാരണം കറണ്ട് ഈ വഴി ഒഴുകുന്നതല്ല. So in this way we can transform this സർക്യൂട്ട് നമ്മളൊന്ന് റീഡ്രോ ചെയ്യും. ഇനിയും ഇവിടെ ചിന്തിക്കേണ്ടത്, D1 എന്ന് പറയുന്ന ഡയോഡിന് ഒരു ഇന്റേണൽ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഇക്വലന്റ് ടു എ ബാറ്ററി ഓഫ് വോൾട്ടേജ് 0.7. ഓൾസോ ഇറ്റ് ഹാസ് ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് 1. അപ്പം ഈ ഒരു ഡയോഡിന്റെ, നമ്മളവിടെ വരച്ചിരിക്കുന്ന ഡയോഡിന്റെ ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയോഡിന് ഒരു ഇന്റേണൽ ബാറ്ററി ഉണ്ട് 0.7, അതേപോലെ ഒരു കുഞ്ഞ് റെസിസ്റ്റൻസും കൂടെ ഉണ്ട്. എത്രയാണ്, 1 ohm. ഇത്രയും അടങ്ങുന്നതാണ് ഈ ഒരു ബ്രാഞ്ച്. സോ 0.7 വോൾട്ടേജ് ഉണ്ട്, 1 ohm ഉണ്ട്. അതുപോലെ തന്നെ D3ക്ക് എന്തുണ്ട്, 0.7 വോൾട്ടേജ് ഉണ്ട്, 1 ohm. അങ്ങനെയാണെങ്കിൽ വാട്ട് ദ സോഴ്സ് വോൾട്ടേജ് നിങ്ങൾക്കറിയാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് നിങ്ങൾക്കൊരു പവർ സപ്ലൈ ഉണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് ആയിട്ട് ആ സർക്യൂട്ടിൽ വേറെയും പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ദ നെറ്റ്
സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, നെറ്റ് സർക്യൂട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 മൈനസ്, we need to subtract this one, കാരണം ഇത് രണ്ടും എന്താണ്? ഡ്രോപ്പ് ആണ്. ആ ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് എന്തിലേക്ക് വരുന്നുള്ളൂ? സർക്യൂട്ടിലേക്ക് വരുന്നുള്ളൂ. സോ 10 മൈനസ് 0.7 മൈനസ് 0.7. So this is the net circuit voltage, and which is nothing but 8.6 voltage. So this is the net circuit voltage. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? What is the current through 48 ohm resistance? കറണ്ടിന്റെ ഫോർമുല ചോദിച്ചാൽ നമുക്കറിയാം, we can use the Ohm's law. What is current I? എന്താണ് കറണ്ടിന്റെ ഫോർമുല? It is nothing but V by R. I എന്ന് പറയുന്നത് എന്താണ്? V by R ആണ്. അപ്പോൾ V is the total net voltage നമ്മൾ കണ്ടുപിടിച്ചു. It is 8.6 voltage. Next you need to find out what is the total resistance. നിങ്ങൾ ആദ്യത്തെ ആരെ കണ്ടുപിടിക്കണം? ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ 3 റെസിസ്റ്റൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഒരു 1 ohm റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്, 48 ohm റെസിസ്റ്റൻസ് ഉണ്ട്, again 1 ohm റെസിസ്റ്റൻസ്, and all these 3 are in series. So next you have to write what is the total resistance. Total resistance എത്രയായിരിക്കും? It is 1 plus 48 plus 1, it is 50 ohm. So total resistance is 50 ohm. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ കറണ്ട് കണ്ടുപിടിച്ചൂടെ? What is current I? I equal to ES by R or V by R, net circuit voltage by current. So that you will get 8.6 by 50. 8.6 by 50 എത്ര കിട്ടും? ഒന്ന് ചെയ്ത് നോക്കിക്കേ. 8.6 by 50 ഈ രീതിയിൽ കിട്ടിക്കാണും. 0.172 ആംപിയർ. The unit is very important. ആംപിയർ അവിടെ കൊടുക്കുക. So you can also write it is 172 milliampere. So this is the explanation of the first problem. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്രോബ്ലത്തിനെ നോക്കുക. ഇവിടെ നമ്മുടെ ഡേറ്റ നമ്മൾ എഴുതി, ഒന്ന് ആ സർക്യൂട്ടിനെ റീഡ്രോ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി what is the current through 48 ohm. This is nothing but V by R. അങ്ങനെയാണെങ്കിൽ ആദ്യം ആരെ കണ്ടുപിടിക്കണം? The net voltage കണ്ടുപിടിക്കണം. So we found out net voltage. അവിടെ നിന്ന് ടോട്ടൽ റെസിസ്റ്റൻസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? കറണ്ടിനെ കിട്ടും. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം ഡയോഡ് തന്ന് ബാറ്ററി കൊടുത്ത് ഒന്നിലധികം ബാറ്ററികളുള്ള സർക്യൂട്ട് കാണാം. അപ്പോൾ അതെല്ലാം ഈ ഒരു രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ച് ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അടുത്ത പ്രോബ്ലത്തിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ അപ്ലൈഡ് ഇൻപുട്ട് AC പവർ ടു എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 100 watts. The DC output power obtained is 40 watts. What is the rectification efficiency? Also you have to comment what happens to remaining 60 watt. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ PAC തന്നിട്ടുണ്ട്, PDC തന്നിട്ടുണ്ട്. So the formula is very simple. Efficiency is nothing but PDC by PAC. So 40 by 100 it is only 40%. പക്ഷേ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കി 60 വാട്ടിന് എന്ത് സംഭവിക്കുന്നു? 100 വാട്ട് കൊടുത്തതിൽ 40 വാട്ട് മാത്രമേ DC ആയിട്ട് മാറ്റിയുള്ളൂ. ബാക്കി 60 വാട്ട് ഡയോഡ് നെക്രോസ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്തോ എന്നതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഡയോഡ് നെക്രോസ് ആയിട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്തതെന്ന്? കാരണം ഡയോഡ് വളരെ ലോ റെസിസ്റ്റൻസ് ഡിവൈസ് ആണ്. അതിനെ ക്രോസ് ആയിട്ട് ഇത്രയും ഒരു പവർ കൺസപ്ഷൻ ഒന്നും അതിനെ നടത്താൻ പറ്റത്തില്ല. ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഈ 100 വാട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു AC സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 50ഉം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 50ഉമായിട്ടാണ് ഈ സിഗ്നൽ വരുന്നത്. പക്ഷെ ഹാഫ് വേവ് റെക്ടിഫയർ എന്തേ കിട്ടുന്നുള്ളൂ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് എത്രയാ? 50 വാട്ട്. ആ 50 വാട്ടിലാണ് അവൻ എത്ര ഉണ്ടാക്കിയത്? 40 വാട്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് റിയൽ എഫിഷ്യൻസി നോക്കിയാൽ 40 by 50. 10 വാട്ട് മാത്രമേ ഡിസിപ്പേറ്റ് ആവൂ. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് ഫുൾ സൈക്കിൾ ഹാഫ് സൈക്കിളിൽ 50ഉം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ 50ഉമായിട്ടാണ് AC സിഗ്നൽ വരുന്നത്. സോ ഇൻ ദ ഹാഫ് വേവ് റെക്ടിഫയർ the diode is getting only the 50% of the total output. Total power of the AC signal, which is it receives only 50 watt. ആ 50 വാട്ടിൽ നിന്നുമാണ് അവൻ എന്ത് ചെയ്തത്? 40 വാട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. An AC supply of 230 volt is applied to a half-wave rectifier circuit through a transformer of drain ratio 10:1. Find the output DC voltage to the peak inverse voltage. Assume the diode to be ideal. This is the question. So, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡയോഡ് എന്താണ്? ഐഡിയൽ ഡയോഡ് ആണ്. സോ നോ നീഡ് ടു ടേക്ക് ദി ഫോർവേഡ് റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ്. ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് നമ്മൾ എടുക്കേണ്ടതില്ല. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ദിസ് ദ ഫിഗർ. 230 വോൾട്ട് എ സി ഉണ്ടെന്ന് പറയുന്നു. ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ തന്നിട്ടുണ്ട് 10:1. RL എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട്, ഡയോഡ് ഉണ്ട്. ഡയോഡ് ഐഡിയൽ അല്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഇസ് VDC. സോ വി റോട്ട് ദി ഫോർമുല. RL-ന് അക്രോസ് ആയിട്ട് എത്ര DC വോൾട്ടേജ് കിട്ടും. സോ ഇറ്റ് ഈസ് VDC ആണെങ്കിൽ ഉത്തരം ഇറ്റ് ഈസ് IDC ഇൻറ്റു RL. പക്ഷേ എന്ത് തന്നിട്ടില്ല? ക്വസ്റ്റ്യനിൽ IDC തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആരെ കണ്ടുപിടിക്കണം? IDC കണ്ടുപിടിക്കണം. യു നോ വാട്ട് ഇസ് ദ ഫോർമുല ഫോർ IDC? ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിലെ IDCയുടെ ഫോർമുല എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് IDCയുടെ ഫോർമുല? ഇറ്റ് ഈസ് IM/π. IM/π. അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് അറിയേണ്ടത് സെക്കൻഡറി ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വോൾട്ടേജ് ആണ് 230. വാട്ട് ഇസ് ദ സെക്കൻഡറി വോൾട്ടേജ്? എത്രയായിരിക്കും സെക്കൻഡറി വോൾട്ടേജ് വരുന്നത്? ആ സെക്കൻഡറി വോൾട്ടേജ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ രീതിയിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ സെക്കൻഡറി വോൾട്ടേജ് ആയിരിക്കുമല്ലോ ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ VDC equal to IM/π maximum current into RL, where IM is the maximum current. So what is IM into RL? It is VM. IM into RL എന്ന് പറഞ്ഞാൽ VM. VM എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. സെക്കൻഡറിക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് VM. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. So we can use the transformer turn ratio formula. So this one N1/N2 equal to 10/1. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്പർ ഓഫ് വൈൻഡിങ്സ് അറ്റ് ദ പ്രൈമറി which is N1. N2 means number of windings at the secondary. അത് കുറവാണ് അല്ലേ? ഇവിടെ 1 ആണ്, ഇവിടെ 10 ആണ്. Because it is a step down transformer. So this is a formula. VPM/VSM equal to N1/N2. What is VPM? The maximum voltage at the primary. VSM maximum voltage at the secondary. ഈ VSM ആണ് നമ്മുടെ ആരായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? VM ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്കറിയേണ്ടത്. സോ VPM തന്നിട്ടുണ്ട് 230 ആണോ VPM? VPM means the maximum voltage at the secondary. തന്നിരിക്കുന്ന ഡേറ്റ സിൻസ് ഇസ് എ AC വോൾട്ടേജ്. ഞാൻ തിയറി ക്ലാസ്സിൽ പറഞ്ഞു ACയുടെ ഡേറ്റ മുഴുവനും എന്ത് ഡേറ്റയിലായിരിക്കും? VRMS ആണ് നമ്മൾ പറയുന്നത്. We are saying that 230 volt AC supply, which means the data given is the RMS voltage of the AC signal. So തന്നിരിക്കുന്നത് ആരാണ്? VRMS of primary ആണ് തന്നിരിക്കുന്നത്. എത്ര? 230 volt. ഇവിടെ നിന്ന് നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? വാട്ട് ഇസ് ദ മാക്സിമം പ്രൈമറി വോൾട്ടേജ് കണ്ടുപിടിക്കണം. കാരണം VRMS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട്? VPM, അതായത് പ്രൈമറി വോൾട്ടേജ്, പ്രൈമറി വൈൻഡിങ്ങിന്റെ മാക്സിമം വോൾട്ടേജ് ബൈ √2 ആണ്. So this is the formula. In general, VRMS equal to V/√2. മാക്സിമം വോൾട്ടേജ് ബൈ √2 ആണ് എന്തെന്ന് പറയുന്നത്? VRMS. മാക്സിമം വോൾട്ടേജ് എത്രയുണ്ടോ ഡിവൈഡ് ബൈ √2 ആണ് VRMS. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ VPM എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന ഡേറ്റ ഇറ്റ് ഈസ് VRMS, RMS ഓഫ് ദി പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു √2. into √2. So here the primary ile maximum voltage എത്രയും ചോദിച്ചാൽ 230. മനസ്സിലായോ? ശ്രദ്ധിക്കണം, പ്രോബ്ലത്തിലെല്ലാം AC വോൾട്ടേജ് എന്ന് പറഞ്ഞു തന്നാൽ അതെന്തായിരിക്കും? VRMS ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ആരെ കണ്ടുപിടിക്കണം? മാക്സിമം വോൾട്ടേജ് കണ്ടുപിടിക്കണം, മൾട്ടിപ്ലൈഡ് വിത്ത് √2. So it is 230 √2. It is around 325.3 volt. ഇതൊന്നും കാണാതെ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല. 230 √2 equal to 325.3. കാരണം ഇത് 32.53. കാരണം ഇത് നിങ്ങളുടെ കോമ്പറ്റീഷൻ എക്സാമിനൊക്കെ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കേണ്ട ഒരു ഫോർമുലയാണ്. സോ ഇറ്റ് ഈസ് 32.53.
യൂണിറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. സോ വി ഗോട്ട് VPM. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് VSM കണ്ടുപിടിക്കാം. വാട്ട് ഇസ് VSM? VSM equal to what? VSM equal to VPM ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ into N2 by N1. N2 by N1. You know VPM നിങ്ങൾക്ക് അറിയാം. N2 by N1 നിങ്ങൾക്ക് അറിയാം 1/10. Just find out what is VSM. VSM ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. പ്രൈമറി വോൾട്ടേജ് 230√2 ഇറ്റ് ഈസ് 325.3 ആണ്. 32.53 അല്ല, ഞാൻ എഴുതിയിട്ട് മാറ്റിയിരുന്നു. ഇറ്റ് 325.3. ഇതൊന്നും കാണാതെ പഠിച്ചു. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ 230 വോൾട്ട് ആയിരിക്കും തന്നിരിക്കുന്നത് കോമ്പറ്റീഷൻ എക്സാമിന്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ഈ ഒരു രീതിയിൽ എഴുതേണ്ടി വരും. അപ്പം ഈ ഒരു ടേം 230 വോൾട്ടിന്റെ മാക്സിമം വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 325.3. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടി കാണും. എത്രയായിരിക്കും ഉത്തരം? 325.3 ഡിവൈഡഡ് ബൈ 10. ഹിയർ ഇറ്റ് ഈസ് 32.53 വോൾട്ടേജ്. ഇത് എൻ്റെ കൂടെ തന്നെ എഴുതി പോവുക. ഞാൻ ചെയ്യാൻ പറയുമ്പം നിങ്ങൾ വീഡിയോ റെസ്യൂം ചെയ്യാതെ ചെയ്തിട്ട് മാത്രം റെസ്യൂം ചെയ്യുക, എങ്കിൽ മാത്രമേ എഫക്റ്റ് ഉള്ളൂ. സോ വി ഗോട്ട് സെക്കൻഡറിയിലെ മാക്സിമം വോൾട്ടേജ് എത്രയാ? 32.53. ഇതല്ലയോ നമ്മുടെ VM. This is VM for us. 32.5. ഇനി നമുക്ക് നേരെ ഏതിലേക്ക് പോകാം? ആരെ കണ്ടുപിടിക്കാൻ പോകാം? IDC എന്ന് അല്ലെ VDC ആണ് നമുക്ക് വേണ്ടത്. സോ VDCക്ക് നിങ്ങൾ IDC കണ്ടുപിടിക്കണം. IDC IM/π ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ VDC equal to IM/π into RL. So what is IM into RL? IM into RL is nothing but VM. Is VM/π. VM/π. VM equal to എത്രയാ? Is nothing but VSM 32.53/π. ഒന്ന് നോക്കിക്കേ എത്ര വരുമെന്നുള്ളത്. ഇത് കിട്ടിയോ എന്ന് നോക്കുക. 32.53 divided by π which is nothing but 10.36 volt. യൂണിറ്റ് ഇടാൻ മറക്കരുത്. So first part in the answer we got. This is the DC output voltage. ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കണ്ടപ്പം തന്നെ ഫോർമുല എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി IDC തന്നിട്ടില്ല. IDC കണ്ടുപിടിച്ചാൽ IM into RL എന്തായിരിക്കും? VM ആയിരിക്കും. അപ്പോൾ നമുക്ക് ആരെ വേണം? VM വേണം. അത് നമ്മൾ ട്രാൻസ്ഫോമർ ടേം റേഷ്യോ ഉപയോഗിച്ച് സെക്കൻഡറി വോൾട്ടേജ് മാക്സിമം കണ്ടുപിടിച്ചു which is nothing but VM. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഡേറ്റ it is not the peak voltage, it is only the RMS voltage. RMS വോൾട്ടേജിൽ നിന്ന് പീക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കുക. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്. നെക്സ്റ്റ് പാർട്ട് എന്താണ്? വാട്ട് ഇസ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? നിങ്ങൾ നോക്കിക്കേ, ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ വാട്ട് ഇസ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? ഇറ്റ് ഈസ് ദി വോൾട്ടേജ് മാക്സിമം സെക്കൻഡറി വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദി ഡയോഡ്. ഡയോഡിന് അക്രോസ് ആയിട്ട് ഉണ്ടാകുന്ന മാക്സിമം സെക്കൻഡറി വോൾട്ടേജ് ആണ് അതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇവിടുത്തെ മാക്സിമം സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? 32.53 വോൾട്ട്. സോ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്രയായിരിക്കും? In this case, peak inverse voltage is 32.53 volt. ഇത്രയും വോൾട്ടേജ് we need to expect. ആ ഡയോഡ് അക്രോസ് ആയിട്ട് ഇത്രയും വോൾട്ടേജ് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും വോൾട്ടേജ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയോഡ് മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ അവൻ എന്ത് ചെയ്തു പോകും? അടിച്ചു പോകും. കാരണം ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ ഇത്രയും വോൾട്ടേജ് ആർക്ക് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ആവും? ഈ ഡയോഡിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ. A crystal diode having internal resistance RF equal to 20 ohm is used for half wave rectification. If the applied voltage V equal to 50 sin omega t and load resistance RL equal to 800 ohm, find IM maximum current, IDC DC current, RMS value of the current. AC power input, what is PAC? DC power output, what is PDC? What is DC output voltage, what is VDC? What is the efficiency of rectification? ഇത്രയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ തന്നെ ഏകദേശം എല്ലാ ടൈപ്സും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് IM, IDC, IRMS എല്ലാം ആണെങ്കിലും ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് VM അല്ലേ? VM ഒക്കെയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. VM ക്വസ്റ്റ്യനിൽ ഡേറ്റയിൽ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എല്ലാം നമുക്കൊന്ന് എടുത്തെഴുതാം. നമുക്ക് ഡയോഡിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് RF, which means it's not ideal, it is 20 ohm തന്നിട്ടുണ്ട്. അടുത്തത് RL, ലോ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്.
800 ohm. It is 800 ohm. അടുത്തൊരു ഡേറ്റ നമ്മൾ പഠിച്ച വോൾട്ടേജിന്റെ കൺവെൻഷണൽ ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. V equal to, അതായത് ഒരു അപ്ലൈഡ് വോൾട്ടേജ് ഉണ്ട് which is equal to 50 sin omega t. അതിന്റെ ഓറിയന്റേഷൻ പാർട്ടും കൂടെ ചേർത്താണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എ സി വോൾട്ടേജിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് Vm sin omega t ആണ്. അപ്പോൾ ഈ പാർട്ടിൽ എന്ത് വരുന്നു അതായിരിക്കും എന്തെന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ്, പ്രൈമറിയിലുള്ള മാക്സിമം വോൾട്ടേജ്. ഈ പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ പീരീഡ് ഇവയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. നമുക്ക് ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ഇസ് ദ മാക്സിമം വോൾട്ടേജ് Vm. നമുക്ക് കിട്ടി വാട്ട് ഇസ് Vm ഹിയർ. Vm is nothing but 50. നമ്മൾ അതിന് Vm എന്ന് പറയുന്നത് മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 50. ഇനി ക്വസ്റ്റ്യനിലുള്ള ആദ്യത്തെ കേസിലേക്ക് നമുക്ക് പോകാം. വാട്ട് ഈസ് ദി മാക്സിമം കറണ്ട് Im? വാട്ട് ഇസ് ദ മാക്സിമം കറണ്ട് Im? മാക്സിമം കറണ്ട് Im എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം this is a half wave rectifier, so you need to expect one diode there. Maximum current is nothing but maximum voltage divided by total resistance. രണ്ട് റെസിസ്റ്റൻസ്, അപ്പം അതിൽ കൂടെയൊക്കെ ഒഴുകും, ഡയോഡിൽ കൂടി ഒഴുകും, നിങ്ങളുടെ ലോഡ് റെസിസ്റ്റൻസിൽ കൂടി ഒഴുകും. സോ ദ ഫോർമുല ഫോർ Im മാക്സിമം കറണ്ട് ഈസ് നത്തിങ് ബട്ട് Vm by Rf plus R. Vm by Rf plus R. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഐഡിയൽ ഡയോഡ് ആയതുകൊണ്ട് Rf എത്രയായിരുന്നു? 0 ആയിരുന്നു. സോ ദാൻ Im എന്ന് പറയുന്നത് ഇറ്റ് ഈസ് Vm by Rf plus Rn. സോ യു നോ വാട്ട് ഈസ് Vm? Vm നിങ്ങൾക്കറിയാം. വാട്ട് ഈസ് ദാറ്റ്? 50. Rf ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 plus Rl തന്നിട്ടുണ്ട് 800. Substitute and find the answer and just try how to find out IDC also. IDC എങ്ങനെ കണ്ടുപിടിക്കുമെന്നും കൂടെ നോക്കിയിട്ട് മാത്രം ഈ വീഡിയോ റിസ്യൂം ചെയ്യുക. നിങ്ങൾ ചെയ്തു എന്ന് കരുതുന്നു. Im you got 0.061 ആംപിയർ അല്ലെങ്കിൽ 61 മില്ലി ആംപിയർ. അവിടെ നിന്നും if you get what is Im, rest is very easy. നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കണം? You need to find out what is IDC. You know the formula. IDC is nothing but Im by pi. And what is the value for IRMS for a half wave rectifier? It is Im by 2. So if you got Im, the rest of the steps are very easy to find out IDC and IRMS. Just mere substitution. Just substitute for the value of Im. Just substitute the value of Im here. So here Im by pi. So IDC equal to 19.4 milliampere. IRMS equal to is Im by 2, 30.5 milliampere. So here you can see what that. നിങ്ങളുടെ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് you have a combination of AC current as well as DC current, which we discussed in the ripple factor. So here you can see a DC current is there and also an AC current is there, 30.5 milliampere, that we want to reduce, right? So this is a cut scenario of a half wave rectifier, how it rectifies the AC signal. നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. What is the second part? Second part എന്താണ്? What is the AC power input? AC power input. You have to find out what is PAC. AC power input. എന്തായിരിക്കും ഫോർമുല AC power input? So what is the general formula for power? I square R, square of the current into resistance. So since this is AC power, you need to use what? You need to use IRMS. നിങ്ങൾ ആരെ ഉപയോഗിക്കേണ്ടി വരും? IRMS ഉപയോഗിക്കേണ്ടി വരും. So PAC equal to IRMS square. കാരണം എന്ന് പറയുന്നത് IRMS square. IRMS square into R. AC ആയ പവർ ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ ആ AC അതിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. It flows through diode as well as it flows through resistance. So you have to find out the total resistance. So RF by RF plus R. നമ്മളിത് പഠിച്ചതാണ്. റെക്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് ഈ AC കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് റെക്ടിഫിക്കേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളെങ്കിൽ യു ക്യാൻ യൂസ് ദ ഡയറക്ട്ലി ദ ഫോർമുല 0.406 ഡിവൈഡഡ് ബൈ 1 പ്ലസ് RF by R. പക്ഷെ ഇവിടെ എല്ലാം കണ്ടുപിടിക്കേണ്ടി വന്നതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ചെയ്ത് പോകാം. കാരണം നിങ്ങൾക്ക് PACയും PDCയും ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തിയറിയിൽ കൊടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്.
And efficiency, the final formula we got, it is 0.406 divided by 1 plus RF by R. So you know RF, you know RL, so you can finally find out what is the rectification efficiency. But here we need, the question itself it asks what is PAC, what is PDC. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, you know IRMS here 30.5 milliampere, the whole square into RF plus RL. You know RF, you know RL. Just substitute. And what is DC power output? DC power output, which is PDC. So here you will substitute IDC here. നമുക്ക് ആരെ വേണം, IDC, കറണ്ട് IDC ആണ് വേണ്ടത്. So square of the current into resistance. DC എവിടെ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ലോഡ് റെസിസ്റ്ററിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസിൽ ആരെ ഇൻക്ലൂഡ് ചെയ്യേണ്ട, RF-നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട. Just substitute IDC square into R. Then you will find out what is PDC. So what is rectification efficiency? It is nothing but PDC by PAC. PDC divided by PAC ആണ് rectification efficiency. So rectification efficiency PDC by PAC ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.406 divided by 1 plus RF by R. ഇത്രയും ഇതിലേക്കൊന്നും പോയിട്ട് വരത്തില്ല, ഒറ്റയടിക്ക് തന്നെ rectification efficiency കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, രണ്ടും കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. റൈറ്റ് വാട്ട് ഇസ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. PAC 0.763 വാട്ട് കിട്ടി കാണും, PDC 0.301 വാട്ട് കിട്ടി കാണും. റേഷ്യോ എടുത്തപ്പം യു വിൽ ഗെറ്റ് 39.5%. So 39.5%. യൂണിറ്റുകൾ ഇടാൻ മറക്കരുത്. നോക്കിക്കേ, ഐഡിയൽ ഡയോഡിന്റെ കേസിലായിരുന്നു നമ്മൾ ഈറ്റ എന്ന് പറയുന്നത് എത്ര പഠിച്ചത്, 40.6%. ദിസ് നോട്ട് ആൻ ഐഡിയൽ ഡയോഡ്. അതുകൊണ്ടാണ് എഫിഷ്യൻസി എന്ത് ചെയ്തത്, കുറഞ്ഞ് നിൽക്കുന്നത്. ഇനി ഒരു ടേമും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. എന്താണ് അടുത്ത ടേം? വാട്ട് ഈസ് ദി DC ഔട്ട്പുട്ട് വോൾട്ടേജ്? സിമ്പിൾ. വാട്ട് ഈസ് ദ DC ഔട്ട്പുട്ട് വോൾട്ടേജ്? VDC. വാട്ട് ഈസ് V? V equal to I into R. എപ്പോഴും കറണ്ട് ആയിക്കോട്ടെ, വോൾട്ടേജ് ആയിക്കോട്ടെ, റെസിസ്റ്റൻസ് ആയിക്കോട്ടെ, ജസ്റ്റ് യൂസ് ഓംസ് ലോ. എന്നിട്ട് ആ വോൾട്ടേജിന് പകരം എന്ത് വോൾട്ടേജ് കൊടുക്കണം, കറണ്ടിന് പകരം എന്ത് കറണ്ട് കൊടുക്കണം, റെസിസ്റ്റൻസിന് പകരം എന്ത് റെസിസ്റ്റൻസ് കൊടുക്കണം, അത് മാത്രം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ വേണ്ടത് VDC ആണ്. സോ V equal to I into R. അപ്പോൾ വോൾട്ടേജ്, വാട്ട് ഇസ് വോൾട്ടേജ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അതാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. വാട്ട് ഇസ് ദ കറണ്ട് ഹിയർ? DC വോൾട്ടേജ് we need to use IDC. Since this is a DC voltage, we need to use only RL. RL മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. So IDC into RL. You know IDC, you know RL. And then substitute the result and you will get 15.52 volt. 15.52. So in this way you can calculate all the terms mentioned in the problem. എളുപ്പമല്ലേ? ഓരോന്നും സമാധാനത്തിൽ എഴുതി പോയാൽ the problem from the electronics is very easy. ഒരു പാടുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് വായിച്ച് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിപ്പോയാൽ ഒന്നും കിട്ടത്തില്ല. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തത് വളരെ എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ. A half wave rectifier is used to supply 50 volt DC to a resistive load of 800 ohm. The diode has a resistance of 25 ohm. Calculate the AC voltage required. Half wave rectifierനെ 50 വോൾട്ട് DC റെസിസ്റ്റീവ് ലോഡിലേക്ക് കൊടുക്കണം എങ്കിൽ എത്രമാത്രം AC വോൾട്ടേജ് ആവശ്യമായിട്ട് വരും. ഒരു റിവേഴ്സ് കാൽക്കുലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തത് എന്ത് ചെയ്തു? We calculated VDC from VM. Here you have to find out what is VM from VDC. അത്രേ ഉള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റകൾ എഴുതുക. എന്തൊക്കെയാണ് ഡേറ്റ? VDC എന്ന് പറയുന്നത് VDC equal to 50 വോൾട്ട്, 50 വോൾട്ട് ആണ്. അടുത്തത് ഡയോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് RF എന്ന് പറയുന്നത് 25 ഓം ആണ്. RL എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 800 ഓം ആണ്. VM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബട്ട് വി നോ ദ ഫോർമുല. വാട്ട് ഈസ് VDC? VDC എന്ന് പറയുന്നത് നമുക്കറിയാമെന്നുള്ളൊരു ഫോർമുലയാണ്. VDC is nothing but IDC into RL. VDC എന്ന് പറയുന്നത് IDC into RL ആണ്. And we know what is IDC. IDC is nothing but IM by pi into RL ആണ്. And you can find out IM from VM. അല്ലേ? IDC എന്ന് പറയുന്നത് IM by pi ആണ്. So the formula becomes IM by pi into RL. നമുക്ക് വേണ്ടത് ആരെയാ? VM നെയാണ് നമുക്ക് വേണ്ടത്.
ഈ ഒരു ഫോർമുലയിൽ we need to include what is Vm. ഇനി നിങ്ങൾക്കറിയാം what is Im. Im എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, maximum current is nothing but maximum voltage Vm by total resistance. രണ്ട് റെസിസ്റ്റൻസിനെ എടുക്കുക, Rf plus RL. So substitute here Im ന്റെ പകരം Vm by Rf plus RL, Rf plus RL into pi into R. അല്ലേ? എല്ലാം അറിയാവേ. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? Vm നെ കണ്ടുപിടിക്കണം. You know VDC, you know Rf, you know RL. So just substitute in this form and find out what is Vm. ഒന്ന് ചെയ്ത് നോക്കിക്കേ. സ്വന്തമായിട്ട് സമയം എടുത്ത് ചെയ്യുക, അല്ലാതെ വീഡിയോ റെസ്യൂം ചെയ്ത് കാണരുത്. പ്രോബ്ലത്തിന്റെ നമ്മുടെ ഒരു ഔട്ട്കം അവിടെ നഷ്ടപ്പെടും. നിങ്ങൾ ചെയ്ത് മാത്രം വീഡിയോയെ റെസ്യൂം ചെയ്യുക. ചെയ്ത് നോക്കിക്കേ, എത്ര കിട്ടുമെന്ന് നോക്കിയേ. ചെയ്ത് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. You will get 162 volt. എത്ര മാക്സിമം വോൾട്ടേജ് കൊടുക്കണം? If you want to get a DC voltage of 50, you need to supply 162 volt at the primary of the transformer. ഇത്രയും വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ അവൻ എന്ത് ചെയ്യത്തുള്ളൂ, അതിനെ റെക്ടിഫൈ ചെയ്യത്തുള്ളൂ. സോറി, ഇറ്റ്സ് നോട്ട് അറ്റ് ദ പ്രൈമറി, ഇറ്റ്സ് അറ്റ് ദ സെക്കൻഡറി. ഇത്രയും മാക്സിമം വോൾട്ടേജ് അവൻ എന്ത് കിട്ടണം? ഡയോഡിന്റെ ഇൻപുട്ടിൽ കിട്ടണം. അത്രയും വോൾട്ടേജ് കിട്ടിയാൽ മാത്രമേ അവൻ എന്ത് കിട്ടത്തുള്ളൂ? DC 50 വോൾട്ടേജ് വെളിയിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. A full wave rectifier uses two diodes. The internal resistance of each diode may be assumed constant at 20 ohm. The transformer RMS secondary voltage from center tap to each end of the secondary is 50 volt and the load resistance is 980 ohm. Find the mean load current, the RMS value of the load current. നിങ്ങൾ ആരൊക്കെ കണ്ടുപിടിക്കണം? IRMS കണ്ടുപിടിക്കണം. The mean load current which is nothing but IDC കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിക്കേ, ഫുൾ വേവ് റെക്ടിഫയർ യൂസിങ് 2 diodes നിങ്ങൾക്കറിയാം, which is nothing but half wave rectifier. ഇന്ന് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫിഗർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. യു ക്യാൻ ഡ്രോ ദ ഫിഗർ. നിങ്ങൾക്ക് ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് 2 diodes എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? 20 ohm പറഞ്ഞിട്ടുണ്ട്. സോ Rf equal to 20 ohm. Next sentence, the transformer RMS secondary voltage from center tap to each end of the secondary is 50 voltage, which means this one. Center tap തൊട്ട് each end of the voltage ആണ് പറഞ്ഞത്. So this one is 50, again this one is 50. Center tap തൊട്ട് ഓരോ എൻഡിലേക്കും ഉള്ളത്. അതാണ് ഞാൻ പടം വരച്ചാൽ കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുന്നത്. This one is 50 voltage. അപ്പം ഇതാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന Vm. In center tap full wave rectifier, the Vm is nothing but the voltage from center tap to each end of the secondary. അതാണ് നമ്മുടെ Vm. അല്ലാതെ സെക്കൻഡറിയിലെ ഹോൾ സെക്കൻഡറി വോൾട്ടേജ് അല്ല നമ്മൾ Vm ആയിട്ട് എടുത്തത്. നിങ്ങൾക്കത് മനസ്സിലായിക്കാം. നമ്മുടെ തിയറിയിൽ അത് പ്രത്യേകം പറഞ്ഞു. സോ ഇവിടെ what is Vm? Is it 50? 50 ആണോ? അല്ല. This 50 is nothing but it is RMS voltage. So Vm is nothing but 50 root 2. 50 root 2 ആയിരിക്കും Vm എന്ന് പറയുന്നത്. It is 70.7. So you got Vm. നമുക്ക് വേണ്ടത് ആരെയാണ്? We need IDC and we need IRMS. അതിന് നമുക്ക് ആരെ കിട്ടണം? We need to know what is Im. Im കിട്ടിയാൽ മാത്രമേ അത് രണ്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റൂ. Im എവിടെ നിന്ന് കിട്ടും? Vm ൽ നിന്ന് കിട്ടും. So what is Im? What is Im? Maximum current is nothing but maximum voltage by total resistance. So what is the total resistance here? Total resistance എത്രയാണ്? Vm by what? What is the total resistance? Rf plus RL or 2Rf plus RL? ഇവിടെ ഒരു ഡയോഡ് അല്ലേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഫോർവേഡ് ബയസ്ഡ് വരുമ്പോൾ മറ്റേ ഡയോഡ് റിവേഴ്സ്ഡ് ആയിരിക്കും, കണ്ടക്ട് ചെയ്യത്തില്ലല്ലോ. സോ ടോട്ടൽ അപ്പോൾ കറണ്ട് ഒരു ഡയോഡ് കൂടിയല്ലേ ഒഴുകത്തുള്ളൂ. സോ ഇറ്റ് ഈസ് Rf plus RL. രണ്ട് ഡയോഡിന്റെ റെസിസ്റ്റൻസ് അവിടെ എടുക്കരുത്. Rf plus RL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. You know Vm 70.7, Rf 20 plus RL. What is RL? RL എത്രയാണ്? RL equal to 980 ohm, right? So 20 plus 980. So you will get what is Im. Im എത്ര കിട്ടും? Im is nothing but 70.7 milliampere. 70.7 milliampere. So this is Im.
ഇനി എളുപ്പമല്ലേ? If you get IM, you can find out what is IDC. IDC എന്താണ്? Since it is a full wave rectifier, IDC equal to 2IM by pi. ഇതാ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. Half wave it is IM by pi. Here it is full wave, so it is 2IM by pi. What is IRMS? The value of IRMS equal to IM by root 2. The value of IRMS equal to IM by root 2. Just mere substitution, you will get what is the answer. IDC and IRMS. ചെയ്യുക, ഉത്തരം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ചെയ്ത് വെക്കണം, നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ലൈവ് ഇന്ററാക്ഷൻ ഞാൻ ചോദിക്കും എത്ര ഉത്തരം കിട്ടിയെന്ന് ചോദിക്കും, സ്വന്തമായിട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. So in the center tap circuit shown in the figure, the diodes are assumed to be ideal, that is having zero internal resistance. Find the DC output voltage, peak inverse voltage and rectification efficiency. So this is a question. നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. A slight difference is there, so you need to take care of in that particular point that I am going to discuss here. ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കുക and just draw a figure. അവർ പറഞ്ഞിരിക്കുന്ന പോലെ ക്വസ്റ്റ്യനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് just draw a figure. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും what is the difference? Here the primary voltage is given, not the VM. നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ എല്ലാം നമുക്ക് വേണ്ടത് we need to know what is VM. Since it is a center tap full wave rectifier, you need to consider that VM is nothing but it is a voltage from, or it is across the center tap to any one of the secondary winding. അത് കണ്ടുപിടിക്കാൻ അവർ കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്. So we know now VRMS of the primary voltage തന്നിട്ടുണ്ട്. നമ്മൾ ഉടൻ തന്നെ അതിൽ നിന്ന് ആരെ കണ്ടുപിടിക്കും? എന്ത് കണ്ടുപിടിക്കണം? അതിൽ നിന്നും you have to find out the RMS of the primary voltage. VRMS കണ്ടുപിടിക്കുക primary. എങ്ങനെ കിട്ടും? It is 230 root 2. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ that one is V1. നമുക്ക് ആരെ കിട്ടണം? V2 കിട്ടണം. So V1 by V2 equal to N1 by N2. What is N1 by N2? It is 5 by 1. So you know V1, you know N1, you know N2. Just find out what is V2. What is V2 here? It is the maximum voltage appeared across the whole secondary. This is very important. Maximum voltage appeared across the whole secondary. Just substitute this one so that you will get RMS secondary voltage. ഇവിടെ നിന്ന് നിങ്ങൾക്ക് V2 നിങ്ങൾക്ക് കിട്ടുന്നത് it is around 46 voltage ആയിരിക്കും. ചെയ്തു 46 voltage. 46 root 2. 46 root 2 വരും. So this is 65. 46 root 2 വരും. This is 65 voltage. So this is the maximum voltage across the secondary. നമുക്ക് വേണ്ട VM 65 ആണോ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും പെട്ടെന്ന് VM equal to 65 എന്ന് എഴുതി പോകും. പക്ഷേ ഇവിടെ വേണ്ടത് നമുക്ക് 65 അല്ല, ഇതിന്റെ പകുതിയാണ്. So VM is nothing but 65 by 2. ഇത് വെച്ച് മാത്രമേ പ്രോബ്ലം ചെയ്യാവൂ. 65 by 2 which is 32.5 voltage. 32.5 voltage. ഇനി നിങ്ങൾക്ക് എല്ലാം അറിയാം. You got what is VM. നമുക്ക് ആദ്യം ആരെയാ കണ്ടുപിടിക്കേണ്ടത്? The first thing you have to find out what is the DC output voltage, VDC. So VDC is very simple. It is IDC into RL, and you know how to calculate IDC. What is IDC? IDC equal to 2IM by pi. IM തന്നിട്ടുണ്ടോ? ഇല്ല. But you know how to calculate IM. What is IM? VM by RF plus R. VM by RF plus R. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെ കിട്ടും? IM കിട്ടും. Here you can use RF equal to 0 because it's an ideal diode. RF എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. അവിടെ അതിൽ നിന്ന് നിങ്ങൾ ആരെ കണ്ടുപിടിക്കുക? You just find out what is the DC output voltage VDC. കണ്ടുപിടിച്ച് എനിക്ക് ഉത്തരം കിട്ടണം. ഇന്ന് തന്നെ കണ്ടുപിടിച്ച് ഉത്തരം കിട്ടണം. VDC equal to, just use this IDC into RL. അതിൽ IDC ക്ക് വരെ substitution നടത്തി find out what is VDC. And the next question is what is peak inverse voltage? What is peak inverse voltage? In a center tap full wave rectifier, peak inverse voltage is 2 Vm. നമ്മൾ തിയറിയിൽ പഠിച്ചു. So 2 Vm is nothing but 65 voltage. So peak inverse എത്രയാണ്? 65 voltage. Then you have to find out what is rectification efficiency.
Do you think that you have to find out PDC and PAC separately? No need. Just use the final formula. It is 0.812 divided by 1 plus RF by R. കാരണം നമ്മൾ പി ഡി സി പി എസ് സി ഒന്ന് കണ്ടുപിടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. വി നോ ദ ഡയറക്റ്റ് ഫോർമുല. നമ്മുടെ തിയറിയിൽ തന്നെ അത് സോൾവ് ചെയ്തിട്ടുണ്ട്. Just use that formula only. You can get what is rectification efficiency and use RF equal to 0. So what is the formula? നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. Since it is ideal diode, rectification efficiency is 81.2%. അപ്പോൾ ഇവിടെ ഉള്ള ഈ വി ഡി സി കണ്ടുപിടിച്ച് വയ്ക്കുക. ഞാൻ എത്രയാണ്? ക്ലിയർ ആണ്? The last question. So this is the last question. So here you can see this is a bridge type circuit, bridge full wave rectifier. Diode തന്നിട്ടുണ്ട്. Transformer turn ratio is given. You have to find out DC output voltage, peak inverse voltage and output frequency. So the input frequency is 50 Hz and the voltage is 230 volt. Is given. 50 Hz and 230 voltage. ഒന്ന് നോക്കിക്കേ. നമുക്ക് വേണ്ടത് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. ഇറ്റ് ഇസ് വി ഡി സി ഐ ഡി സി ഇൻറ്റു ആർ എൽ. സോ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് വി എം. നമുക്ക് വേണ്ടത് വി എം. സോ ദിസ് ദ ഫുൾ വേവ് ബ്രിഡ്ജ് വേവ് റെക്ടിഫയർ. വി എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഹോൾ സെക്കൻഡറി. ഒന്നുമില്ല, ആ സെക്കൻഡറിയുടെ അക്രോസ് ആയിട്ടുള്ള ഹോൾ വോൾട്ടേജ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. യു ഹാവ് ദ ടേൺ റേഷ്യോ 4:1. ജസ്റ്റ് യൂസ് പ്രൈമറി വോൾട്ടേജിൽ 230 വോൾട്ടേജ് തന്നിട്ടുണ്ട്. അതിനെ മാക്സിമം വോൾട്ടേജിലേക്ക് കൊണ്ടുവരിക. സോ ഇറ്റ് ഈസ് 230√2 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡറി വോൾട്ടേജ് അതിൽ നിന്ന് കിട്ടും. സോ ദിസ് ഈസ് വി എം. ആ ടേൺ റേഷ്യോ ഉപയോഗിച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് വി എം. ആൻഡ് വി എം നമുക്ക് കിട്ടുന്നത് ദ മാക്സിമം വോൾട്ടേജ് ആയിട്ട് നമുക്ക് വരുന്നത് ഇറ്റ് ഈസ് 81.3 വോൾട്ടേജ് ആണ്. 81.3 വോൾട്ടേജ് അതിൽ നിങ്ങൾ ചെയ്തു നോക്കാം. വാട്ട് ഈസ് വി എം? നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് വി എം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ്? വാട്ട് ഇസ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ്? വി ഡി സി is IDC into RL. What is IDC? IDC is a full wave. What is IDC? IDC equal to 2Im by pi. So 2Im by pi. What is Im? Vm by രണ്ട് ഡയോഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്ത് എടുക്കേണ്ട കാര്യമില്ല, ഡയോഡ് ഐഡിയൽ ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് Vm by R. Or otherwise you have to use 2RF plus RL. Okay, you can use Vm by RL. Vm by RL എടുക്കുമ്പോൾ you will get what is substitute ചെയ്യുമ്പോൾ IDC കിട്ടും. തിരിച്ച് substitute ചെയ്യുമ്പോൾ you will get what is VDC. So കണ്ടുപിടിച്ച് വയ്ക്കണം what is VDC. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇന്ററാക്റ്റീവ് സെഷൻ വരുമ്പോൾ I want to know what is VDC there. Then what is peak inverse voltage? So you know the full wave rectifier. The peak inverse voltage is nothing but Vm. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന Vm ആയിരിക്കും peak inverse voltage. So it is nothing but 81.3 voltage. ഇനി വേണ്ടത് ഇൻപുട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50. വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഫ്രീക്വൻസി? ഞാൻ തിയറിയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലേ? ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഡബിൾ ആയിരിക്കും. കാരണം ഇൻപുട്ട് പീരീഡിന്റെ ഹാഫ് ആയിരിക്കും ഔട്ട്പുട്ട് പീരീഡ്. So input frequency is double ആയിരിക്കും output frequency. So twice the FM, which is the output frequency എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100 Hz ആയിരിക്കും. എനിക്ക് വേണ്ടത് ഈ ഉത്തരം എന്താണെന്ന് ഞാൻ ഇന്ററാക്റ്റീവ് സെഷനിൽ ചോദിക്കും. So we covered almost all types of problems in the diode circuit. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു, പ്രോബ്ലം സെഷനും കഴിഞ്ഞു. ഇനി നമുക്കൊരു എക്സാം ആണ്. അതിനു മുമ്പ് ഒരു റിവിഷൻ പാർട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.